എല്ലാവർക്കും നമസ്കാരം. വിഷു സദ്യയിലേക്ക് വളരെ എളുപ്പത്തിൽ ഒരു ഉള്ളിത്തീയൽ ഉണ്ടാക്കാൻ പഠിച്ചാലോ? അതിനുവേണ്ടി ഏകദേശം ഒരു 300 ഗ്രാം ചുവന്നുള്ളി തൊലി കളഞ്ഞ് വൃത്തിയാക്കി ചെറുതായി അരിഞ്ഞെടുക്കാം. തീരെ കനം കുറച്ച് അരിഞ്ഞെടുക്കണം. ഒരു അരമുറി തേങ്ങ ചിരണ്ടിയെടുക്കാം. 2 തണ്ട് കറിവേപ്പില, പിന്നെ ഒരു 1/4 മുറി തേങ്ങ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞെടുക്കണം. 2 പച്ചമുളക് നടുകെ കീറിയെടുക്കാം. കുറച്ച് വാളംപുളി. ആദ്യം തന്നെ നമുക്ക് അരിഞ്ഞു വെച്ച തേങ്ങ ഒന്ന് വറുത്തെടുക്കാം. അല്പം മഞ്ഞൾ കൂടി ചേർത്ത് നന്നായിട്ട് വറുത്ത് ഒരു ഗോൾഡൻ കളർ ആകുമ്പോൾ കോരി മാറ്റി വെക്കാം. ഇനി അരിഞ്ഞു വെച്ച ഉള്ളിയും പച്ചമുളകും വഴറ്റിയെടുക്കാം. ഇതും നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഒരു ഗോൾഡൻ കളർ ആകുന്നവരെ വഴറ്റിയെടുക്കാം. ഉള്ളി വഴറ്റുമ്പോൾ കുറച്ച് ഉപ്പ് കൂടി ചേർക്കുകയാണെങ്കിൽ പെട്ടെന്ന് വഴന്ന് കിട്ടും. അതിനുശേഷം ചുരുണ്ടി വെച്ച തേങ്ങ നമുക്ക് നന്നായിട്ട് വറുത്തെടുക്കാം. തേങ്ങയിലേക്ക് 1 തണ്ട് കറിവേപ്പിലയും 1/4 ടീസ്പൂൺ ഉലുവയും ചേർത്ത് വേണം വറുക്കാൻ. ഇതൊന്ന് ബ്രൗൺ നിറമായി വരുമ്പോഴേക്കും അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി എന്നിവ കൂടെ ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. മൂത്ത് വന്ന തേങ്ങ തണുത്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. ഇനി വഴറ്റി വെച്ച ഉള്ളിയിലേക്ക് വാളൻപുളി വെള്ളവും വറുത്ത തേങ്ങാ കൊത്തുകളും അതുപോലെ നമ്മൾ അരച്ച് മാറ്റി വെച്ചിരിക്കുന്ന തേങ്ങ അരപ്പും കൂടെ ചേർത്ത് ഇളക്കി തിളപ്പിക്കാം. ഈ സമയത്ത് നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള വെള്ളവും ഉപ്പ് പാകമല്ലെങ്കിൽ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് കഴിഞ്ഞാൽ ഉടനെ നമുക്ക് അടുപ്പിൽ നിന്ന് വാങ്ങാവുന്നതാണ്. ഇതിലേക്ക് വെളിച്ചെണ്ണ കൂടി താളിച്ച് ഒഴിച്ചു കഴിഞ്ഞാൽ ഉള്ളിത്തീയൽ റെഡിയായി. ഇവിടങ്ങളിൽ സദ്യയ്ക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് തീയൽ. വെണ്ടയ്ക്ക, പാവയ്ക്ക, ഇഞ്ചി തുടങ്ങി പലതരം തീയലുകളുണ്ടെങ്കിലും ഉള്ളിത്തീയലിൻ്റെ രുചി ഒന്ന് വേറെ തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ നോക്കുക. ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യുക. താങ്ക്